അഡ്വക്കേറ്റ് വസന്ത് സിറിയക് ഈ ഘട്ടത്തിൽ ഇതിനോടുള്ള പ്രതികരണം? അല്ല, അതൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ സ്മൃതി. ശരി, പറയൂ. ഒരു മിനിറ്റ് പറയൂ മുസ്തഫ. ഞാൻ അടിവരായിട്ട് പറയുന്നു, താങ്കൾ പറഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടല്ല, ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ടുമല്ല, ദേവസ്വം കമ്മീഷണർ സോമോട്ടോ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് ഇവർക്ക് അഡ്വാൻസ് കൊടുത്തിരുന്നു ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ട്. അത് തിരികെ കിട്ടിയിട്ടില്ല. സ്പോൺസർഷിപ്പ് തുക മുഴുവൻ കിട്ടുമ്പോഴേ അത് അടക്കാൻ കഴിയൂ എന്നാണ് ഇന്ന് ചെയർമാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പൈസ കൊടുക്കുകയല്ലേ സാധാരണഗതിയിൽ? പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇത്ര മാസം കഴിഞ്ഞിട്ടൊന്നും സ്പോൺസർമാർ കൊടുത്തില്ലേ? പറ്റിച്ചോ? റിപ്പോർട്ടർ ചാനലിന് അറിയാലോ, നിങ്ങളൊരു മെസ്സിയുടെ ഫുട്ബോൾ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് എന്താ ഉണ്ടായതെന്ന്. ചില സംഗതികൾ അങ്ങനെ ഉണ്ടാകാം. എന്താണെന്ന് എനിക്ക് സൂക്ഷ്മമായിട്ട് അറിയില്ല. വാഗ്ദാനം ചെയ്ത തുക അവർ ചിലപ്പോൾ സമയം എടുത്തിട്ടുണ്ടാകാം. അതുകൊണ്ട് നമുക്കറിയാലോ. ഇവിടുത്തെ സ്പോൺസർ പൈസ കൊടുക്കാത്ത പ്രശ്നമാണോ ഉണ്ടായിരുന്നത്? അല്ലല്ലോ. അതല്ല, അറിയില്ല. ഞാൻ പറഞ്ഞില്ല, സൂക്ഷ്മമായിട്ട് അറിയില്ല. സമീപനത്തെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടാനുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് അല്ലല്ല, സ്പോൺസർമാരുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് നിങ്ങളുടെ ചാനലിന് തന്നെ അറിയാവുന്ന ഒരു സംഗതിയാണെന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. എല്ലാ സ്പോൺസർമാരും ചെലപ്പായിട്ട് പണം കൊടുത്തിരിക്കണമെന്നില്ല. ചിലപ്പോൾ സമയമെടുത്ത് നോക്കാം, ചിലപ്പോൾ സമയമെടുത്ത് നോക്കാം. ഇവിടെ സ്പോൺസർ തന്നെയായ മാനേജ്മെന്റ് അക്കാര്യത്തിൽ പണം മുഴുവൻ കൊടുത്തു എന്നുള്ളതാണല്ലോ പറഞ്ഞില്ല. അവിടെ ഒരു തർക്കമല്ലല്ലോ. അതെങ്ങനെ ഞങ്ങൾക്കറിയാമെന്ന രൂപത്തിൽ അങ്ങ് പറയുന്നത്? അതല്ല വിഷയം. രണ്ടും തമ്മിൽ ഒരു താരതമ്യമില്ല. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അഡ്വക്കേറ്റ് വസന്ത് സിറിയകിലേക്ക് പോകുന്ന അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ദേവസ്വം ബോർഡല്ല എന്ന് പറയുന്നു, സ്പെഷ്യൽ കമ്മീഷണറാണ്. അപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ വേറൊരു റിപ്പോർട്ട് കൊടുക്കും, ദേവസ്വം ബോർഡ് പിന്നെ ഒരു റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണോ? രണ്ട് കാര്യങ്ങൾ സ്മൃതി. ഒന്ന്, വെറുതെ അങ്ങ് ആഗോള അയ്യപ്പ സംഗമം നിങ്ങൾ നടത്തിക്കോ എന്ന് കോടതി പറയുകയായിരുന്നില്ല. ആറ് ഹർജികളാണ് കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് കോടതി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ട പ്രകാരം ദേവസ്വം ബോർഡിനോട് അഫിഡവിറ്റ് സമർപ്പിക്കുന്നുണ്ട്. അതായത് സത്യവാങ്മൂലം. ഞങ്ങൾ സ്പോൺസർമാരെ കണ്ടെത്തി, സ്പോൺസർമാരുണ്ട്, 1 രൂപ പോലും, നയാ പൈസ പോലും ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാവില്ല എന്ന് മാത്രമല്ല, ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതി, ഈ സംഗമം ഞങ്ങൾ നടത്തുന്നത് എന്നാണ് ആ അഫിഡവിറ്റിൽ ദേവസ്വം ബോർഡ് പറഞ്ഞത്. എൻ്റെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ. ഒന്ന്, സെപ്റ്റംബർ മാസം 20-ാം തീയതി 2025 ഈ പരിപാടി നിങ്ങൾ നടത്തുന്നത്. അതായത് ഇനി 9 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഏതാണ്ട് 5 മാസമാകും. അതായത് ഏതാണ്ട് അര ആണ്ട് കഴിഞ്ഞു ഈ പരിപാടി കഴിഞ്ഞിട്ട്. ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? ആയതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ റിപ്പോർട്ടുകൾ നിങ്ങളുടെ മുമ്പിലുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ശബരിമല മാസ്റ്റർ പ്ലാനിൽ എന്തെങ്കിലും മുമ്പോട്ട് പോകൽ നിങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ടോ? ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമലയ്ക്കോ ശബരിമല മാസ്റ്റർ പ്ലാനോ ഉണ്ടായിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്ന നടപടികൾ? ഉത്തരം പറയാമോ? 2, സെപ്റ്റംബർ മാസം 20, 2025, അതായത് 5 മാസം മുമ്പ് നടന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പരിപാടിയുടെ മറ്റേ കർട്ടൻ അഴിക്കാൻ വന്നോനും പന്തൽ കെട്ടാൻ വന്നോനും ഇതുവരെ കുറി തന്നില്ല കേട്ടോ, അതുകൊണ്ട് റിപ്പോർട്ടായില്ല എന്ന് പറഞ്ഞാൽ അത് മടക്കി അങ്ങ് അട്ടത്ത് വെച്ചാൽ മതി എന്നേ പറയാൻ പറ്റുകയുള്ളൂ. കാരണം 5 മാസമായിട്ട് ഊരാളുങ്കലിന് കൊടുത്ത ടെൻഡറാണല്ലോ, ഊരാളുങ്കലാണല്ലോ പണി നടത്തിയത്. ബാക്കിയുള്ളവരെയും നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ചായിരുന്നല്ലോ. അവരുടെ ഒന്നും ഇത് കിട്ടിയില്ല, കുറി കിട്ടിയില്ല, റെസിപ്റ്റ് കിട്ടിയില്ല, ബില്ല് കിട്ടിയില്ല എന്ന് പറഞ്ഞ് മുടന്തുന്നത് അതിൽ നിങ്ങൾക്ക് പലതും മറച്ചു വെക്കാനുള്ളത് കൊണ്ടാണ്. 1500 രൂപയുടെ വെൽക്കം ഗിഫ്റ്റാണ് ഓരോ ചെയറിനും കൊടുത്തത്. പെർ ഹെഡ് എന്ന് ഞാൻ പറയില്ല, കാര്യം അവിടെ തലകളൊന്നും ഉണ്ടായിരുന്നില്ല, കുറേ ചെയറുകളാണ് ഉണ്ടായിരുന്നത്. ഓരോ ചെയറിനും 1500 രൂപയുടെ വെൽക്കം ഗിഫ്റ്റ്. നോക്കൂ, 8 കോടി രൂപ അല്ലെങ്കിൽ 6 കോടി രൂപ എന്നിരിക്കട്ടെ, സ്മൃതി 600 പേര് പങ്കെടുക്കുന്ന ഒരു പദ്ധതിയിൽ, ഒരു പരിപാടിയിൽ 6 കോടി രൂപ ചെലവ് എന്ന് പറയുമ്പോൾ പെർ ഹെഡ് 1 ലക്ഷം രൂപ ചെലവാ. പെർ ഹെഡ് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയ കസേരകൾക്ക് ഒരു കസേരയ്ക്ക് 1 ലക്ഷം രൂപയുടെ ചെലവ്. എന്ത് അഴിമതി അതിനകത്ത് നടക്കുന്നത്? വളരെ കൃത്യമായി അത് കോടതി ഇന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കൊടുത്ത അഫിഡവിറ്റിനെ തന്നെ, നിങ്ങൾ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തെ തന്നെ അപ്പാടെ റദ്ദ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ പറഞ്ഞത് കള്ളമാണ് എന്ന കണക്കിനാണ് ഇന്ന് നിങ്ങൾ എടുക്കുന്ന ടേക്ക്, നിങ്ങളുടെ സ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ
വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് 10 സെക്കൻഡ് വരും ദിവസങ്ങളിൽ കൃത്യമായി ആ കാര്യത്തിൽ നിലപാട് പറയാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ കോടതി അലക്ഷ്യത്തിനടക്കം നടപടി നേരിടേണ്ടി വരും. പിന്നെ സ്മൃതിയുടെ കോടതിയെ പറ്റി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇവരുടെ കോടതിയെ ഒന്ന് പേടിച്ചോണം കേട്ടോ. കെ സച്ചിദാനന്ദൻ പണ്ട് ഇവർക്ക് അനുകൂലമായി പറഞ്ഞപ്പോൾ വാഴ്ത്തിപ്പാടിയ കോടതിയാണ്. പിന്നീട് ഇപ്പോൾ പി രാജീവ് അടക്കമുള്ളവർ സച്ചിദാനന്ദൻ മാഷിനെ സംഖ്യയാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇവരുടെ കോടതി, അതാണ് ഇവരുടെ നടപടി. ശരി. Debate with Smriti Parathikkad.